ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു GNS. അപ്പോൾ നമ്മൾ നേരത്തെ വീഡിയോയിൽ നമ്മളെ കുറേ എക്സാമിന് വേണ്ടി പെർഫെക്റ്റ് ആയിട്ട് പഠിക്കാനായിട്ടുള്ള കുറച്ച് മെത്തേഡ്സ് ഓഫ് സ്റ്റഡീസ് നമ്മൾ നോക്കി. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ വീഡിയോ. അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സെറ്റിംഗ് ടാർഗറ്റ്. അതായത് നമ്മൾ ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ട് പഠിക്കുക എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ തന്നെ തീരുമാനിക്കുക, ഇന്ന് ഇത്ര ടൈമിനുള്ളിൽ ഞാൻ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഈ 2 ദിവസത്തിനുള്ളിൽ ഞാൻ ഈ ഒരു സബ്ജക്റ്റ് ഫുള്ള് കവർ ചെയ്യും. എങ്ങനെയുള്ള നമ്മൾ തന്നെ ചെറിയൊരു ടാർഗറ്റ് സെറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് അത് പഠിക്കാനുള്ള ഒരു ഇത് നമുക്ക് കൂടും. അതേപോലെ ആ ടൈമിനകത്ത് തന്നെ നമ്മളത് പഠിച്ച് തീർക്കണം എന്നുള്ള ഒരു വാശി വരും. ഇങ്ങനെ ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു മടുപ്പൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ ബോറടിക്കലൊന്നും ഇല്ലാതെ നമ്മൾ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യണം എന്നുള്ള ചിന്ത കൊണ്ട് മാത്രം പഠിക്കുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് പഠിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് ഈ ടാർഗറ്റ് സെറ്റിംഗ് എന്നുള്ളത്. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ, അപ്പോൾ നമ്മൾ മാത്സ് പഠിക്കുകയാണ്. അപ്പോൾ മാത്സ് ഒന്നും ഒരിക്കലും നമ്മൾ വായിച്ച് പഠിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ നമ്മളതൊക്കെ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്തിട്ട് തന്നെ പഠിക്കുക. എഴുതി ചെയ്ത് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്ത് തന്നെ പഠിച്ചാലേ നമ്മൾ മാത്സിലൊക്കെ നല്ല പെർഫെക്ഷൻ ഉണ്ടാവുള്ളൂ. അല്ലാതെ മാത്സ് ഒന്നും നമ്മൾ ഇതിങ്ങനെയാണ്, ഈ ഫോർമുല ഇങ്ങനെയാണ്, അതങ്ങനെ നമുക്ക് വരുള്ളൂ എന്ന് പറഞ്ഞ് മാത്സ് ഒന്നും ഇരുന്ന് വെറുതെ വായിച്ച് പഠിക്കേണ്ട ഒരു കാര്യമല്ല. മാത്സ് ഒക്കെ നമ്മൾ പ്രോബ്ലം വർക്കൗട്ട് ചെയ്താൽ തന്നെ, കണ്ടിന്യൂസ് ആയിട്ട് വർക്കൗട്ട് ചെയ്താൽ തന്നെ നമ്മൾ നല്ലോണം പെർഫെക്റ്റ് ആകാനായിട്ട് സാധിക്കുള്ളൂ. അതേപോലെ തന്നെ ഈ ഗ്രാഫുകൾ, ഏതെങ്കിലും ഗ്രാഫുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായി വരച്ച് തന്നെ നമ്മൾ പഠിക്കണം. അങ്ങനെ ചെയ്യുമ്പോഴേ നമുക്ക് എക്സാമിന് അത് കൃത്യമായിട്ട് ഓർമ്മിച്ചിട്ട്, നമ്മളത് വർക്കൗട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മളത് ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ നമ്മൾ നേരത്തെ ചെയ്തിട്ടാണ് നമ്മൾ പഠിച്ചിട്ടെങ്കിൽ നമുക്ക് എക്സാമിന് നല്ലോണം മൈൻഡിൽ നമുക്കത് വരികയും ചെയ്യും, ഓർമ്മ നിൽക്കുകയും ചെയ്യും. അല്ലാതെ നമ്മൾ ജസ്റ്റ് നോക്കി പഠിച്ചിട്ടേ ഉള്ളൂ എങ്കിൽ നമുക്ക് ഓരോ കാര്യങ്ങളും വിട്ടുപോകാനായിട്ട് സാധ്യതയുണ്ട്. അടുത്തൊരു കാര്യം എന്താണെന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ള റിവിഷനാണ്. ഇപ്പോൾ നമ്മൾ മെയിൻ എക്സാമിന് മുമ്പായിട്ട് ഇപ്പോൾ ടീച്ചേഴ്സ് ക്ലാസ്സിൽ ഒരുപാട് ടെസ്റ്റൊക്കെ നടത്തിയിട്ടുണ്ടാവും. ചിലർ ട്യൂഷന് പോകുന്നവരുണ്ടാവും, അവർക്ക് അവിടെ എക്സാം ഉണ്ടാവും, അതിന് പ്രിപ്പയർ ആയിട്ടുണ്ടാവും. പിന്നെ മോഡൽ എക്സാം വരും. ശരിക്കും പറഞ്ഞാൽ ഒരു 3 പ്രാവശ്യം അല്ലെങ്കിൽ 4 പ്രാവശ്യം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും റിവിഷൻ നടന്നിരിക്കണം. നമ്മൾ എക്സാമിന് മുമ്പ് 3 അല്ലെങ്കിൽ 4 പ്രാവശ്യം റിവിഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സാമിന് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ റെഡിയാണ് എന്നുള്ളത് നമുക്ക് ഓക്കെ ആക്കാം. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള നമ്മൾ പഠിക്കാനായിട്ട്, നമ്മൾ എക്സാമിന് നല്ല പെർഫെക്റ്റ് ആയിട്ട് പഠിക്കേണ്ട രീതികൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇതുവരെയായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.